ആത്യന്തികമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒന്നിനാണ്, നമ്മൾക്ക് നമ്മളെ കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ പിടികിട്ടാൻ നമ്മൾ ആരാണ് എന്താണെന്ന് അറിയാനുള്ള ഉപാധിയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. പിന്നെ ചില ആൾക്കാർ പറയും ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ, അവരങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആയി എന്ന് പറയും. സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് ജലതത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ ജലതത്വം സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങള് ജാതകത്തിൽ അത്ര നല്ല അല്ലെങ്കിൽ ആ ചക്രയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രത്യേക യോഗ അവർ ചെയ്യുന്നത് അവർക്ക് ഒത്തിരി ഗുണം ചെയ്യും. ചില ആളുകൾക്ക് ചില പ്രത്യേക ഇൻസിഡൻസിനെ അവരെടുത്തു വെക്കും. അവരെന്നോട് അങ്ങനെ പെരുമാറിയതിന് ശേഷം അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ സംഭവിച്ചു. നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചേച്ചി നമസ്കാരം. നമസ്തേ. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ജപം, ധ്യാനം, യോഗ അല്ലെങ്കിൽ സാമൂഹ്യ സേവനം, ഇത്തരം കാര്യങ്ങളിലൂടെ ഒരാൾക്ക് അത് സെലക്ട് ചെയ്യാനായിട്ട് ജ്യോതിഷം ഒരാൾക്ക് മനഃശാന്തി ലഭിക്കുന്നത്, അപ്പോൾ മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൽ നിന്നൊരു മുക്തി നേടാനായിട്ടാണ് ജപം, ധ്യാനം അല്ലെങ്കിൽ യോഗ, അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ സമുദായ സേവനം നടത്തുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരാൾക്ക് അത് കൺഫ്യൂസ്ഡാണ് അത് സെലക്ട് ചെയ്യാനെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റും? അത് അവരുടെ ഗ്രഹനിലയിൽ സൂചിപ്പിക്കുന്നുണ്ടാകും. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ജപം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സ്പിരിച്വൽ സാധനമാണ്. അത് ജാതകത്തിലെ 5ാം ഭാവം എന്ന് പറഞ്ഞിട്ട്, ഭാവങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് 9ാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ പണ്ടേ ചെയ്ത് ശീലമുള്ള കാര്യങ്ങള് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് സ്വീകാര്യമായിട്ട് തോന്നും. അപ്പൊ നമ്മൾ പണ്ടേ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു ദേവതയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ട് തോന്നുമല്ലോ, ആ മന്ത്രങ്ങളോ ആ ദേവതയോടുള്ള ഇഷ്ടവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ദൈവമാണെങ്കിൽ പോലും കംഫർട്ട് ലെവൽ എന്ന് പറയാം. അതേപോലെ ഒരാളിനെ ഇഷ്ടപ്പെടുന്ന പോലെയാണല്ലോ ഒരു ദേവിയെയും ദേവനെ ഇഷ്ടപ്പെടുന്നത്. നമ്മൾക്ക് അവരുടെ ഗുണങ്ങളോടാണല്ലോ ഇഷ്ടം വരിക. അത് നമ്മൾക്ക് ഏറ്റവും നമ്മുടെ വൈബ്രേഷന് സ്വീകാര്യമായിട്ടുള്ള ഒരു ദേവതയാണ് നമ്മളെപ്പോഴും നമുക്ക് അനുഗുണമായിട്ട് വരിക. അങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുകയും ചെയ്യുക. അപ്പോൾ ആ 5ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതാണോ അതിന് സൂചിപ്പിക്കുന്ന ദേവതകളെ നമ്മൾക്ക് ഉപാസിക്കാം. പിന്നെ ഈ ജാതകത്തിലെ ചില പ്രത്യേക ഭാവങ്ങളുണ്ട്, അതിൻ്റെ പഞ്ചഭൂത തത്വങ്ങളുണ്ട്. ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതുപോലെ രാശികളും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഏത് എലമെന്റാണ് ഗ്രഹങ്ങൾ പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരും പഞ്ചഭൂതങ്ങൾ 5 അല്ലേ? അതെ. അപ്പൊ ഗ്രഹങ്ങള് പ്രതിനിധാനം ചെയ്യാന്ന് പറയുമ്പോൾ ഒരു 9 എലമെന്റ് ഇല്ലല്ലോ, ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന 5 എലമെന്റ്. അതെ അതെ. അപ്പൊ ഗ്രഹങ്ങൾ പ്രതിനിധാനം ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഗ്രഹത്തിന് ഒന്നിൽ കൂടുതൽ ഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെടും. ഇപ്പം ജലതത്വം എന്ന് പറയുമ്പോൾ ശുക്രനും ചന്ദ്രനും ജലതത്വമാണ്. അത് രണ്ടും നമ്മുടെ ഇമോഷണൽ തലങ്ങളും ആയിട്ട് മനസ്സിന്റെ ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. മനസ്സിന്റെ ഭാവങ്ങളുമായിട്ട് വൈകാരിക തലവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പൊ ആദിത്യൻ എന്ന് പറയുന്നത് അഗ്നിയാണ്, ചൊവ്വയും അഗ്നിയാണ്. വ്യത്യസ്തമായ തലങ്ങളാണെന്ന് മാത്രം. ആദിത്യൻ എന്ന് പറയുന്നത് നമ്മുടെ സീഡാണ്, എന്താണോ നമ്മളുടെ കാരണം, അതാണത്. ചൊവ്വ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഈ ലോകത്ത് നമ്മൾ ആ അഗ്നിയെ നമ്മൾ എങ്ങനെ നമ്മളുടെ പ്രവൃത്തികളിൽ കൂടി പ്രകടമാക്കുന്നു എന്നുള്ളതാണ് ചൊവ്വയെ കൊണ്ട് പറയുന്നത്. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ്. അപ്പോൾ ആ ഭൂമിയിൽ നമ്മൾ ആ അഗ്നിതത്വം എങ്ങനെ പ്രകടിതമാക്കുന്നു, നമ്മുടെ കർമ്മങ്ങളിൽ കൂടി എങ്ങനെ പ്രകടിതമാക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും അഗ്നിയും ചൊവ്വയ്ക്കും ജലത്തിനും ഈ 2 ഗ്രഹങ്ങളുണ്ടല്ലോ. ബാക്കി ഗ്രഹങ്ങളൊക്കെ ഇപ്പൊ രാഹുവും കേതുവും. രാഹു എന്ന് പറയുന്നത് ശനിയെ പോലെ വായുതത്വവും, കേതു എന്ന് പറയുന്ന അഗ്നിയാണ്, ചൊവ്വയെ പോലെ അഗ്നിതത്വമാണ്. പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരു ജാതകത്തില് ഓരോ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട എലമെന്റുകൾ എങ്ങനെ അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളതനുസരിച്ച് അവരുടെ വ്യക്തിത്വം വ്യത്യസ്തപ്പെട്ടായിരിക്കുന്നത്. ഇപ്പോൾ ഫയർ എലമെന്റ് പ്രകടമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോയിസ്റ്റിക് ആയിരിക്കും, നേതൃത്വ ഗുണം ഉണ്ടാകും, കർമ്മനിരതരായിരിക്കും. അത് പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് മാറി വരും. എങ്കിൽ പോലും ജനറലി പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും എന്താ ഉണ്ടാകുക, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക, നേതൃത്വ ഗുണം ഉണ്ടാകുക, യോഗ ചെയ്യുക. അതൊക്കെ അവർക്ക് വലിയ ആശ്വാസം അല്ലെങ്കിൽ വല്ല ഒരു കാംനെസ് കൊടുക്കും, ധ്യാനത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു അവസ്ഥ കൊടുക്കും. അവരുടെ എനർജി സമരസപ്പെടും. അങ്ങനെ അവർക്കത് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അവരിൽ ഇന്നർ മൈൻഡിലും ശരീരത്തിലും എല്ലാം ഉണ്ടാക്കും. അതേസമയം ഈ ജലതത്വമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അവർക്ക് യോഗയെക്കാളും
എളുപ്പമായിട്ട് കഴിയുന്നത് ഭജൻസ് അല്ലെ. അവർക്ക് ഏറ്റവും സുരേഷിന് പ്രത്യേകം മനസ്സിലാവും, അവർക്ക് ആ ചില പ്രത്യേക ഒരു തലത്തിലേക്ക് ഉയരാനും ആസ്വദിക്കാനും കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ളതും കൂടാതെ മനസ്സിന് ഏറ്റവും അധികം സന്തോഷവും ഉന്മേഷവും പകരുന്ന ഒരു രീതിയാണ് ആ ഭജൻ കൊടുക്കുക. അത് ജലതത്വമുള്ള ആളുകൾ, അവർ ഇമോഷണലാണ്, അങ്ങനെയുള്ളവർക്കായിരിക്കും. വായുതത്വമുള്ള ആൾക്കാർ പൊതുവെ റെസ്റ്റ്ലെസ്സാണ്. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് അറിവുകളോടാണ് വലിയ ഇഷ്ടം. എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കേൾക്കുക. അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല ജ്ഞാനമുള്ള കാര്യങ്ങൾ കേൾക്കുന്നതും യോഗ ചെയ്യുന്നതും അവർക്ക് ഒത്തിരി ഗുണം ചെയ്യും. ഈ വായു എലമെന്റ് റെസ്റ്റ്ലെസ് ആയതൊരു ദോഷമാണെന്ന് പറയുന്നത് പോലെ തന്നെ അതൊരു ഗുണവുമാണ്. അഡാപ്റ്റബിലിറ്റി കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഏത് സാഹചര്യത്തോടും പെട്ടെന്ന് പൊരുത്തപ്പെടാനായിട്ടൊക്കെ പറ്റും. പക്ഷെ അവർക്ക് പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് അവിടെ പിൻവാങ്ങാനും പറ്റും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളാണ്. അപ്പോൾ ഈ ഭൂമിതത്വമുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ചലനാത്മകത കുറവാണ്. അതായത് പ്രാണന്റെ ലെവലിന്റെ വ്യത്യാസമാണ് ഇതിനകത്തുള്ളത്. പ്രാണ യൂണിറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അത് കുറഞ്ഞു വരുന്നതോറും നമ്മളുടെ ആ ഉള്ളിലുള്ള ചലനാത്മകത കുറഞ്ഞിരിക്കും. നടന്നു പോകുന്നതിന്റെ തടസ്സം നല്ല മാനസിക വ്യാപാരങ്ങൾ. ഒന്ന് ഇനർഷ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്, മറ്റേതെന്ന് പറഞ്ഞാൽ ചലനാത്മകത മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ് കൂടുകയാണ്. ഭൂമിതത്വമുള്ള ആൾക്കാർ പൊതുവെ ഒരു മടിയരായിരിക്കും. അപ്പം ഒരു അലസത വരാം, അല്ലെങ്കിൽ സ്ഥായിഭാവം, എപ്പോഴും ഒരേപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ത്വരയുണ്ടാകുക. അങ്ങനെയുള്ള ആൾക്കാരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താനും യോഗ ചെയ്യാനൊക്കെ പറഞ്ഞാൽ അവർക്ക് പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടാകും. മനുഷ്യന് വേണ്ടി സഹായങ്ങൾ ചെയ്യുക, സേവ ചെയ്യുക. അങ്ങനെ അത് ജിമ്മിൽ പോയിട്ട് കുറച്ച് ആക്ടിവിറ്റിയിലേക്ക് പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാർഷ്യൽ ആർട്സ് പോലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും അവർക്ക് കുറച്ച് യോഗയിലിട്ടൊക്കെ വരാനായിട്ട്. കാരണം അവർക്ക് തനിയെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കുറച്ച് മടിയുണ്ടാവും. അത് പലപ്പോഴും പലരും ഒരു ആരംഭശൂരത്വം എന്ന് പറയുന്ന പോലെ ഒരു യോഗ ക്ലാസ്സിന് പുറപ്പെട്ടു, ഭയങ്കര അതജ്ഞത്വവും വായുതത്വവും ഒരു 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, അത് ഇങ്ങനെ സ്ലോ ആയിട്ട് വരുന്നു, പിന്നെ നിർത്തി. എന്താ പോണമെന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല, പിന്നെ പോവില്ല, നേർച്ചയിലേക്ക് പോകും. അപ്പൊ അവരുടെ ഗ്രഹനില നോക്കുമ്പോൾ ഈ ഓരോ തത്വങ്ങളും പ്രകടമായിട്ട് ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന സ്വഭാവ പ്രത്യേകതകളുണ്ട്. അതുപോലെ അവർക്ക് സാംശീകരിക്കാവുന്ന കാര്യങ്ങൾക്കും വ്യത്യസ്തതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും നമ്മൾ പറയില്ലേ നമ്മുടെ വേവിലെന്തല്ല എന്ന് പറയും. ചില ആളുകളുമായിട്ട് നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. അതിനും ഒരു ലെവലുണ്ട്, ഒരു തലമുണ്ട്. പോകാവുന്ന ഒരു തലമുണ്ട്, പോകാൻ പറ്റാത്ത ഒരു തലമുണ്ട്. ഇപ്പൊ സത്വഗുണം കൂടിയ ഒരാൾ തമോ ഗുണമുള്ള ആളുമായിട്ട് ചോദിച്ചു പോകാൻ വലിയ പാടായിരിക്കും. അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിതം എങ്കിൽ പോലും പാടായിരിക്കും. അതേപോലെ പിന്നെ ഇപ്പം രജോ ഗുണത്തിന്റെ അതിനൊക്കെ തന്നെ ഇങ്ങനെ ഗുണം എന്നുള്ള ഒറ്റവാക്കിൽ പറഞ്ഞാൽ തീരില്ല. അതിൻ്റെയൊക്കെ ഒരുപാട് തലങ്ങളുണ്ട്. രജോ ഗുണത്തിന്റെ സത്വഗുണത്തിലേക്ക് എത്തപ്പെടാൻ പോകുന്ന തലങ്ങൾ ഉണ്ടല്ലോ, അതറിയാലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു എനർജി തലം സാധനമാർഗം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രഹനിലവുണ്ട്. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് സംഭവിക്കുന്ന എപ്പോഴാണ്, നമ്മുടെ ഈ എനർജി സെന്റേഴ്സ് ആണ് ചക്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ മൂലാധാര ചക്ര എന്ന് പറയുന്നത് ഭൂമി തത്വമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ചക്ര സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് ജലതത്വമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ ജലതത്വം സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങള് ജാതകത്തിൽ അത്ര നല്ല അല്ലെങ്കിൽ ആ ചക്രയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രത്യേക യോഗ അവർ ചെയ്യുന്നത് അവർക്ക് ഒത്തിരി ഗുണം ചെയ്യും. മണിപൂര എന്ന് പറയുന്നത് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അനാഹതം എന്ന് പറയുന്നത് പിന്നെ വായു എലമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിശുദ്ധി എന്ന് പറയുന്നത് ആകാശ എലമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് ഓരോ ഗ്രഹങ്ങൾ ജാതകത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത് അതനുസരിച്ച് ആ എനർജി സെന്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള യോഗ ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാടി സൂര്യനാടിയും കൂടെ കണക്ട് ആവുന്ന ഒരു പോയിന്റാണ്. ചന്ദ്രനാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ കാര്യത്തെ നിയന്ത്രിക്കുന്നത്. സൂര്യനാടി അതായത് പിങ്കളനാടി എന്ന് പറയുന്നത് നമ്മളിലുള്ള പുരുഷ ലോജിക്കിനെ കാണിക്കുന്നത്. അതാണ് ശിവ ശക്തി എന്ന് പറയുന്നത്. ദേവി ഗുണം അല്ലെങ്കിൽ പുരുഷ ഗുണം അല്ലെങ്കിൽ സ്ത്രീ ഗുണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു വ്യക്തി എപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഒരു അവരുടെ ഒരു മാനസിക നിലയിലിരിക്കാനും കർമ്മങ്ങളിൽ ഇൻവോൾവ് ആകാനും ഒക്കെ പറ്റുന്നത് പൂർണ്ണമായിട്ടും ആ ഒരു അവസ്ഥ വരുമ്പോഴാണല്ലോ. അപ്പൊ ഏത് ഗ്രഹങ്ങളാണ് ജാതകത്തിൽ പ്രതികൂലമായിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഘടനയെ നമ്മൾ നോക്കണം. അതേപോലെ അപ്പോൾ നടക്കുന്ന ദശാകാലത്തിനും പ്ലാനറ്ററി പീരീഡിനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതൊക്കെ നോക്കിയതിന് ശേഷം
യോഗയാണെങ്കിൽ ഏത് യോഗയാണ് അവർക്ക് നല്ലത്, ഇനി അതല്ല ജപമാണെങ്കിൽ ഏത് ദേവതയുടെ ജപമാണ്, അല്ലെങ്കിൽ ഏത് ദേവതയെ ഉപാസിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് ധാന്യം, ഓരോ ഗ്രഹങ്ങൾക്ക് ധാന്യമുണ്ട്, ലോഹങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പല രീതിയിലുള്ള സാധനങ്ങൾ ധരിക്കുന്നതും ഒക്കെ അതുകൊണ്ട് ബന്ധപ്പെട്ടിട്ടാണ്. ധരിക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ട് അതുകൊണ്ടെല്ലാം അങ്ങ് മാറ്റപ്പെടുകയൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ധരിച്ചത് കൊണ്ടോ പേര് മാറ്റിയത് കൊണ്ടോ അക്ഷരങ്ങളും സ്പെല്ലിങ് മാറ്റിയത് കൊണ്ടോ ഒന്നും വലുതായിട്ടൊന്നും സംഭവിക്കാനേ പോകുന്നില്ല. പക്ഷെ അതനുസരിച്ചുള്ള ധാന്യങ്ങൾ നമ്മൾ ദാനം ചെയ്യാം. അതനുസരിച്ചുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ദുഃഖമുണ്ടാക്കിയിട്ടുള്ളത് എന്താണോ ആ ദുഃഖം ഉണ്ടാക്കാനുണ്ടായ കാരണം നമ്മൾ കണ്ടെത്തിയിട്ട് അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഓരോ ആ ധാന്യങ്ങൾ നമ്മൾ കഴിക്കുക, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. അത് ഗ്രഹനിലയെ അനലൈസ് ചെയ്തതിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഈ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെയും കൂടി ഒരു കാര്യം, ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, ജിമ്മിൽ പുറപ്പെട്ടു അല്ലെങ്കിൽ ജിമ്മിലേക്ക് പോകാൻ തീരുമാനിച്ചു, നടക്കാൻ തീരുമാനിച്ചു, നാളെ തൊട്ട് പലരും പറയുന്നത് ജനുവരി 1 തൊട്ട് തുടങ്ങുന്നു എന്ന് പറയും. ചിലർ അത് വളരെ കൃത്യമായി ആ വർഷം മുഴുവനല്ല, ജീവിതകാലം മുഴുവനും ആ ഒരു വിചാരിച്ച കാര്യങ്ങളൊക്കെ ജിമ്മിൽ പോവുക, നടക്കുക, യോഗ ചെയ്യുക, അതൊക്കെ ഉണ്ട്. എന്നാൽ നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു അല്പ ദിവസം മാത്രം ചെയ്തതിന് ശേഷം അതിന്ന് വിഡ്രോ ചെയ്യുന്ന അതിനെ ഹെൽപ്പ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അറിയാതെ നമുക്ക് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ആദ്യത്തെ ദിവസം നല്ല ഊർജ്ജസ്വലനായിട്ട് നടന്നു, രണ്ടാമത്തെ നടന്നു, മൂന്നാമത്തെ നടന്നു. ഈവൻ ഗ്രൂപ്പായിട്ട് നടക്കുമ്പോൾ എല്ലാവരും കൂട്ടിച്ചേർക്കാനുള്ള ഒരു ശ്രമം കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ചെല്ലാനും ഒരു ഉന്മേഷം കൂടും. പക്ഷെ അല്ലാതെയുള്ളവർ ഞാൻ നാളെ പോകണം, മറ്റന്നാൾ പോകണം വിചാരിച്ചാൽ അതങ്ങ് മെല്ലെ 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 കുറഞ്ഞു പോകണം. അതിനെന്തെങ്കിലും അത് അലസത അവരുടെ ജാതകത്തിലുള്ളത് കൊണ്ടാണ്. ഇനേർഷ്യ കൂടുതലാണ്, തമസിക്കായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ ഉള്ളപ്പോഴാണ് എപ്പോഴും അങ്ങനെ വരിക. അതിനെ ഒന്ന് മറികടക്കാൻ ആക്ടിവിറ്റിയിലേക്ക് പോകണം. ബോധപൂർവം ഇവ നടക്കാനല്ല എങ്കിലും അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള ആക്ടിവിറ്റിയിലേക്ക് പോകണം. തമോ ഗുണത്തിനെ നമുക്ക് രജോ ഗുണം കൊണ്ട് മാത്രമേ അതിജീവിക്കാൻ പറ്റുള്ളൂ. ആക്ടിവിറ്റി നിർബന്ധമായിട്ട് വേണം. ഇപ്പം കുട്ടികളാണെങ്കിൽ അവരെ കളിക്കാൻ വിടുക, പ്രായമുള്ളവരാണെങ്കിൽ അവരെന്തെങ്കിലും നടക്കാൻ പോകുന്നില്ല, വീട്ടിലാണെങ്കിലും എന്തെങ്കിലും ഫിസിക്കൽ മനസ്സെങ്കിലും പ്രവർത്തിപ്പിക്കുക. ആ ഒരു ഘനീഭവിച്ച അവസ്ഥയിൽ നിന്നൊരു ചലനാത്മക അവസ്ഥയിലേക്ക് വരണം. അങ്ങനെ വന്നാൽ മാത്രമേ അവർക്ക് അത് മുകളിലേക്ക് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ അവസ്ഥയിൽ നമ്മളെ അവരെ പ്രേരിപ്പിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവരോട് പറയും ഒരു ദാനം ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ നടന്ന് അവിടെ കുറിച്ച് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്, അവർക്കൊരു സഹായം ചെയ്യും. ഇത് ഏത് തുറയിലുള്ള ആൾക്കാർക്കും ഉണ്ടാകും, ഏത് മേഖലയിൽ വിഹരിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു കാര്യമുണ്ട്. അതിന് വിദ്യാഭ്യാസമോ പദവികളോ ഒന്നും ബാധകമല്ല. ഇപ്പൊ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരങ്ങനെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ പഠിച്ചത് 4 പേർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. ഇപ്പൊ നമ്മള് എത്രയോ മനുഷ്യരുടെ സഹായം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോ പല രീതിയിലും നമ്മളിപ്പോ കഴിക്കുന്ന ആഹാരമാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടല്ലോ. ഒരു അരി വേണമെങ്കിൽ ഏതോ ഒരു കർഷകൻ പൈസ കൊടുക്കുന്നുള്ളത് ഒട്ടും ഇറലവന്റ് ആണ്. അതെ അതെ. അതുപോലെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം, എന്ത് കാര്യം എടുത്താലും അനവധി ആൾക്കാരുടെ പരിശ്രമമുണ്ട്. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളും ഇതിന് ബാധ്യസ്ഥരാണ്. നമ്മളെ കൊണ്ട് ലോകത്ത് എന്തെങ്കിലും ഉണ്ടാവണം. അല്ലാതെ നമ്മൾ ഉറങ്ങിയും നമ്മൾ കാലം തീർക്കുക എന്നുള്ളതല്ല. നമ്മൾ ഈ ലോകത്ത് വന്നത് വലിയ കാര്യമൊന്നും അല്ല, എന്നാൽ അതൊരു വലിയ കാര്യമാണ് താനും. ഇപ്പൊ നമ്മളെ കൊണ്ട് നമ്മളുടെ ചുറ്റിലും ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷം ഉണ്ടാക്കാൻ പറ്റിയാൽ അത് വലിയൊരു സന്തോഷമാണ്. അതവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ പ്രേരിപ്പിക്കുക. ചിലർക്ക് ഒരു കാരണവശാലും അവർക്ക് കഴിയാത്തതാണ്. നമ്മളിപ്പോൾ അവരോട് ഇങ്ങനെ നിർബന്ധിക്കുന്നു, പക്ഷെ അവർക്ക് കഴിയാത്തതാണ്. അത് അവരുടെ ഗ്രഹനില നോക്കി ഏത് തരത്തിൽ നമ്മൾക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതനുസരിച്ച് നമ്മളെ കുറെ കാലം അവരെ സപ്പോർട്ട് ചെയ്യാം. നിശ്ചയമായിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒരു കുറച്ചൊന്ന് വൈബ്രന്റ് ആയ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അവര് പിന്നെ തനിയെ ഒന്ന് ഓടിക്കോളും. ചിലപ്പോ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആയുർവേദ പിന്നെ ചികിത്സാ രീതികള്, ചില മരുന്നുകള് ഒക്കെ സഹായം ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മളുടെ പ്രാണോർജത്തിന്റെ ഫ്ലോയ്ക്കൊക്കെ പിന്നെ ചികിത്സ പഞ്ചകർമ്മയൊക്കെ ഒത്തിരി ഗുണം ചെയ്യും. അപ്പൊ ആ ഒരു എനർജിയുടെ ഫ്ലോയൊക്കെ ഒന്ന് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് ആകും. അങ്ങനെയുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണ്.
ഞാനറിയുന്ന പലരും ഇങ്ങനത്തെ ഒരു വിഷമഘട്ടത്തിൽ കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഞാനും അതിൻ്റെ ഒരു വിക്റ്റിമാവും. നമ്മൾ വളരെ എനർജിയോടുകൂടി നാളെ 6 മണിക്ക് എണീക്കും, പിറ്റേ ദിവസം 6 മണിക്ക് എണീക്കുന്നു, അടുത്ത ദിവസം എണീക്കും, പിന്നെ അത് മൂന്നാമത്തെ ദിവസം ഇല്ലാതെയാവുന്നു. ഇത് എത്രയോ പേര് പറഞ്ഞിട്ടുള്ള പലരും അനുഭവിക്കുന്നതാണ്. ആരും ചോദിച്ചില്ലെങ്കിലും എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിന്റെ അലസത, മനസ്സിലേക്ക് അത് വരുന്നു. മനസ്സുകൊണ്ട് വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, കഴിയുന്നില്ല. വളരെ സിമ്പിളാണ്. നിനക്ക് എണീറ്റ് നടക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലുകൾ ചലിക്കുന്നില്ല, അതിന് നാളെ ആവാം. അത് കൂടുതലും മനസ്സിന്റെ അവസ്ഥയാണ്, മനസ്സിന്റെയാണ്. അപ്പൊ ഇപ്പോഴത്തെ കാലം ഞാൻ മുന്നേ ഇപ്പോഴും സൂചിപ്പിച്ചതുപോലെ മനസ്സ് വളരെയേറെ സംഘർഷഭരിതമായ ഒരു മാനസികാവസ്ഥയുടെ കാലത്തൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഒരുപാട് അവരെ സഹായിക്കാനായിട്ട് പറ്റുന്ന ഒരു ശാസ്ത്രമാണ്. സഹായം പറ്റും. ചിലർക്ക് മോട്ടിവേഷൻ എന്നുള്ളൊരു വാക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുക ഇന്നത്തെ കാലത്ത്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയേക്കാവുന്ന ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ഉപാധിയായിട്ടും ഈ ചേച്ചിക്ക് സഹായിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ശാസ്ത്രത്തിന് സഹായിക്കാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ചില ആളുകൾക്ക് ചില പ്രത്യേക ഇൻസിഡൻസിനെ അവരെടുത്തു വെക്കും. അവരെന്നോട് അങ്ങനെ പെരുമാറിയതിന് ശേഷം അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ സംഭവിച്ചു. നല്ല വീടൊക്കെ വെച്ചിട്ടായിരിക്കും അവർ പറയുന്നതേ. നോക്കുമ്പോൾ വീടിനൊന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല. അവരുടെ പ്ലാനറ്ററി പീരീഡ് ഒന്ന് ചേഞ്ച് ആയത്. അപ്പോഴാണ് അവർക്ക് ഈ ഇനർഷ്യയിലേക്ക് അല്ലെങ്കിൽ ഈ മാനസികാവസ്ഥയിൽ അവർ പോകുന്നത്. അതിന് ചില ആൾക്കാർ പറഞ്ഞ് വീട് മാറിയപ്പോഴാണ് കുഴപ്പമെന്നൊക്കെ പറയും. അപ്പോൾ ആ വീടിനോട് തന്നെ അവർക്കൊരു ഇഷ്ടമില്ലാതാകും. ആ വീട്ടിലിരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സമാധാനം പോകും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. അവരുടെ പ്ലാനറ്ററി പീരീഡ് മാറിയപ്പോൾ അവർക്ക് ആ മനസ്സിന്റെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് അവർ പോയതാണ്. അതിന് അതിജീവിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ. വീടിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വീട് കിട്ടുന്ന വിലയ്ക്ക് അങ്ങ് വിറ്റ് കളയുക എന്നുള്ളതാണ്. ചിലർ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. നല്ല വീട് കൊടുത്ത ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് വീടിന്റെ ഒന്നുമല്ല, അവരുടെ ഗൃഹനിലയിലുള്ള പിന്നെ ചേഞ്ച് വന്നത് കൊണ്ടാണ്. പിന്നെ ചില ആൾക്കാർ പറയും ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ, അവരങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആയി എന്ന് പറയും. അത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അല്ല. പിന്നെ വേറൊരു ഇമ്പാക്ട് ഭയങ്കര വലുതായിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു ആഘാതത്തിന് വ്യക്തിക്ക് കരകയറാൻ ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് വലിയൊരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു പീരീഡാണ്, വേദനാജനകമായ ഒരു പീരീഡാണ്. പക്ഷെ ചിലത് അതുപോലെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചില ഇമ്പാക്റ്റുകൾ ഉണ്ട് താനും, ഇല്ലാന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇപ്പൊ ചില വ്യക്തികൾ വന്നിട്ട് കഴിഞ്ഞ നാളിൽ ഞാൻ ഏതോ ഒരു ഗൃഹനിലയിൽ കണ്ടിരുന്നു. ഒരു വ്യക്തിക്ക് വളരെ മാനസിക സംഘർഷത്തിലേക്ക് പോയി. പക്ഷെ ആ മാനസിക സംഘർഷത്തിലേക്ക് പോകാനായിട്ട് ആയത് അവരുടെ വീട്ടിൽ നടന്ന ഒരു മരണമാണ്. അപകട മരണമൊന്നുമല്ല, അവരുടെ എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ ആണെന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. ആ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ മരിച്ചുപോയ ആളും ഈ കുട്ടിയും തമ്മിൽ വളരെ കണക്റ്റഡ് ആയിരുന്നു. പാസ്റ്റിൽ നോക്കുമ്പോൾ അവര് തമ്മിലുള്ള ഒരു സംഘർഷം, ഒരു പൂർവ്വജന്മത്തിലുള്ള പല ഘടകങ്ങളുണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രാൻഡ് ഫാദർ ഇവിടെ നിന്ന് നീക്കപ്പെട്ടതോടുകൂടി ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വല്ലാത്തൊരു ശൂന്യത, ഒന്നും വയ്യാത്തൊരവസ്ഥ. ഇവർ രണ്ടുപേരും ഒന്നിന്റെ ഒരു കൗണ്ടർ പാർട്ട് പൂരകങ്ങളായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ അവരത് അറിയുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക്. പക്ഷെ നഷ്ടപ്പെട്ടപ്പോ അതവർക്ക് ആ കുട്ടിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ താങ്ങാൻ ആഘാതമായിട്ട് ഫീൽ ചെയ്യുന്നില്ല, അതാണ് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അപ്പൊ അതൊക്കെ അവരെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക. ആ മരിച്ചുപോയ ആൾക്ക് വേണ്ടിയിട്ടൊരു എന്തെങ്കിലും റിച്വൽസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ ആ നോർമൽ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. ഈ റിച്വൽസ് എന്ന് പറയുമ്പോൾ അതിന് 2 രീതിയിൽ കണ്ടുകൂടെ ചേച്ചി? അതായത് ഒന്ന്, വളരെയധികം വിശ്വസിക്കുന്ന ആൾക്കാർ ഇത് ചെയ്താൽ ഭേദമാവും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ അദ്ദേഹത്തിന് പുണ്യം കിട്ടും, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും മാറുമെന്നുള്ളൊരു വിശ്വാസം. 2 എന്ന് പറയുന്നത് സയന്റിഫിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മെന്റലി ഒരു ഇഞ്ചക്ഷൻ കൊടുക്കലാണോ? അതായത് ഈ റിച്വൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സോളെന്ന് നമ്മൾ പറയുന്നത് ശരീരം, നമ്മളിവിടെ ഇരിക്കുന്നു, പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരമുണ്ട്, അത് ദേഹടിക്ക്
ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കും. പക്ഷെ നമ്മുടെ മനസ്സെന്ന് പറയുന്ന സാധനം അതും എനർജി തന്നെയാണ്, അത് അവിടെ തന്നെയുണ്ട്. അതില് നമ്മളിപ്പോ ഉള്ള എല്ലാ അറിവുകളും ഉണ്ടല്ലോ, ആ സാധനം ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ റിച്വൽസ് ഒക്കെ ചെയ്യുന്ന ഈ മനസ്സിന്റെ ഈ മമതാ ബന്ധങ്ങളിൽ നിന്ന് ഈ മനസ്സിനെ ഒന്ന് മോചിപ്പിച്ച് ഒരു ഹയർ ലെവലിലേക്ക് പോകാനുള്ള ഒരു പ്രാപ്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്, വഴിയൊരുക്കി കൊടുക്കുക. അപ്പൊ അവര് പിതൃലോകത്ത് പോവുകയും കർമ്മഗതി അനുസരിച്ച് പുനർജനിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ അവരിങ്ങനെ ഈ ലോകത്ത് കറങ്ങി നടക്കുക. അത് ഈ ലോകം എന്ന് പറയുന്നത് ഭൗതിക ഭൂലോകം എന്ന് പറയുന്നത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് അല്ല, വേറൊരു വൈബ്രേഷൻ പൊട്ടിപ്പോയി കഴിഞ്ഞു. അവര് വേറൊരു വൈബ്രേഷനിലാണ് ഇരിക്കേണ്ടത്. നമ്മൾ പറയില്ലേ നക്ഷത്ര ലോകത്ത് നക്ഷത്രമായിട്ട് ഇരിക്കുന്ന മരിച്ചൊരു കവിഭാവനയല്ല, അത് റിയൽ ആയിട്ടുള്ളതാണ്. കാരണം അവരുടെ കർമ്മം അനുസരിച്ച് ഒരു നക്ഷത്ര ലോകത്ത് പോയി അവര് റെസ്റ്റ് ചെയ്തതിന് ശേഷം, അതൊരു ലോകമൊന്നും അല്ല, ഒരു വൈബ്രേഷനിൽ ഇരുന്നതിന് ശേഷം തിരിച്ച് ശരീരം എടുക്കുന്നു. ഇപ്പൊ നമ്മളുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ നോക്കിക്കോളൂ, നമ്മുടെ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടാകും. ഒന്നേ നമ്മുടെ അനുജന്മ നക്ഷത്രങ്ങൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്ത നക്ഷത്രം അല്ലെ അതിന് പിന്നിലുള്ള നക്ഷത്രത്തിലൊക്കെയുള്ള വ്യക്തികൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. സോറി. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മളുടെ നക്ഷത്ര ലോകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവല്ലേ. നമ്മളുടെ അത് ആ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽ തന്നെ ജനിക്കുന്നത്. അപ്പൊ അവര് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുന്നതിനെയാണ് ശ്രാദ്ധം എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണല്ലോ അവരെ പിന്നെ വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ തന്നെയാണ് നമ്മുടെ പരമ്പര. അതുപോലെ തന്നെ പൂർവ്വപേരും അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് ശാന്തി ഉണ്ടാക്കും, അവർക്കും ശാന്തി ഉണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യക്തികൾക്ക് എപ്പോഴും കാണുന്ന അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഒരു നമ്മളിപ്പോൾ ഈ എപ്പിസോഡ് സമ്മപ്പ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് സയൻസ് എന്ന് പറയുന്ന ജ്യോതിഷം എന്ന ശാസ്ത്രം പലപ്പോഴും മനുഷ്യ മനസ്സിനെ, ഇപ്പോൾ ശാന്തി ചേച്ചിയുടെ കൂടെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപക്വമായ അല്ലെങ്കിൽ മനസ്സിനെ തന്നെ നമുക്ക് പലപ്പോഴും അപരിചിതമായിട്ട് തോന്നാറുണ്ട്. ഇത് എൻ്റെ മനസ്സാണോ എന്ന് പോലും തോന്നാറുണ്ട്. ഇത്തരം ചിന്തകൾ വരുമ്പോൾ ഇങ്ങനെ എനിക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല, എന്തിന് ഞാനിങ്ങനെ ചിന്തിക്കണം. ഒരു വേള കുറേ ദൂരം എത്തിക്കഴിഞ്ഞാലാണ് മനസ്സിലാവുന്നത് ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ചിരുന്നു. അതെ 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 അതെ, നമ്മൾക്ക് ഏറ്റവും പിടികിട്ടാത്തത് നമ്മുടെ മനസ്സാണ്. അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചെത്തുന്നു ആ പോയിന്റിലേക്ക്. അപ്പോൾ ഇതൊക്കെ ഈ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുന്നു, എവിടേക്കാണെങ്കിൽ ആദ്യം ഒരു പോയിന്റിലേക്ക് നോക്കുന്നു, ഈ പോയിന്റിലേക്ക് നോക്കുന്നു. പക്ഷെ പിന്നീട് കുറേ നേരം നമ്മൾ എവിടേക്ക് വ്യാപരിച്ചതിന് ശേഷം വീണ്ടും അയ്യോ ഞാൻ ഇത്രയും നേരം എവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറയും. അപ്പോൾ അങ്ങനെ മാനസികമായിട്ട് ഈ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങളും അതിൽ വിശ്വസിക്കുന്നവർക്കും തീർച്ചയായിട്ടും മാമിന്, ശാന്തി ചേച്ചിക്ക് ഒരു നല്ലൊരു വെളിച്ചമാവാൻ പറ്റും, അവർക്കൊരു സഹായമാവും. അത് വിശ്വസിക്കുന്നവർക്ക് ഈ ശാസ്ത്രം നൽകുന്ന അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ചേച്ചിക്ക് അവരെ സഹായിക്കാനും പറ്റും. ശരിയല്ലേ? തീർച്ചയായിട്ടും. അത് എനിക്കെന്നല്ല, ആ ശാസ്ത്രത്തിന് പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതിന് നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളുടെ ഒരു അവയർനെസ് വീണ്ടെടുക്കാനും നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് സന്തോഷം കൊടുക്കാനും ഒക്കെ പറ്റും. അതിന് സഹായിക്കുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് ജ്യോതിഷം. ആത്യന്തികമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒന്നിനാണ്, നമ്മൾക്ക് നമ്മളെ കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ പിടികിട്ടാൻ, നമ്മൾ ആരാണ് എന്താണെന്ന് അറിയാനുള്ള ഉപാധിയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. വലിയ സന്തോഷം. സമസ്ത മേഖലയിലും, ഒരിടത്ത് മാത്രമല്ല. എന്തായാലും ഇത്ര അറിവുകൾ പകർന്നത് പുതിയ പുതിയ ഒരു പലർക്കും പല രീതിയിലും ഇത് തീർച്ചയായിട്ടും ഒരു പുതിയ വെളിച്ചം നൽകുന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. എനിക്കും ഒട്ടും പരിചിതമല്ലാത്തൊരു മേഖല ഇത്രയും ചേച്ചി സുതാര്യമാക്കി തന്നു, അല്ലെങ്കിൽ പറഞ്ഞു തന്നു, മനസ്സിലാക്കാനുള്ളൊരു അവസരം തന്നു. വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും നമുക്ക് കാണാം അല്ലേ? തീർച്ചയായിട്ടും. നമസ്തേ.